ഭാരതീയർക്ക് മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേരുന്നത് അപകടം എന്നാണ് മുന്നറിയിപ്പ്. ഉക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ ഭാരതീയരെ റിക്രൂട്ട് ചെയ്യുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ടവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഈ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ നാട്ടിലേക്ക് തിരികെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിരവധി പേർ ഇത്തരത്തിൽ കൂലിപ്പട്ടാളത്തിൽ ചേരുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ ഒരു ഘട്ടത്തിലാണോ കൃത്യമായ താക്കീത് നൽകിയിട്ടുള്ളത്? തീർച്ചയായും സുരേഷ്, ഇപ്പോൾ കൂലിപ്പട്ടാളത്തിൽ വീണ്ടും ആൾക്കാർക്ക് ചേരുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി അതിൽ ആ കുടുക്കിൽപ്പെടുകയോ ചെയ്യുന്നുണ്ട്. പല ജോലികൾ വാഗ്ദാനം ചെയ്ത് റഷ്യയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി ഇത്തരത്തിലുള്ള റഷ്യയുടെ കൂലിപ്പട്ടാളത്തിൻ്റെ റഷ്യയുമായിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എത്തിപ്പെടുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഭാരതത്തിൽ തന്നെ പല വിഷയങ്ങളും ഇത്തരം റിപ്പോർട്ട് ചെയ്തു. തൃശ്ശൂരിൽ പോലും ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുകയും ഒരു വ്യക്തി മരണപ്പെടുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയണമെന്ന ഒരു ആവശ്യം കൃത്യമായും ഉയരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വക്താവിൻ്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ, അതായത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ളൊരു സാഹചര്യമുണ്ട്. ജീവന് പോലും വെല്ലുവിളിയാകാനുള്ള സാഹചര്യമുണ്ട്. സംഭവങ്ങളും അത്തരത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ റഷ്യയിലേക്ക് അല്ലെങ്കിൽ റഷ്യയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൂലിപ്പട്ടാളത്തിലേക്കുള്ള സേവനത്തിനായി ചേരുന്നത് ഏറെ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന, ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. നയതന്ത്ര തലത്തിൽ ഇടപെടുന്നതിന് പല പരിമിതികളും ഇക്കാര്യത്തിൽ ഒരു വെല്ലുവിളിയായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായൊരു മുന്നറിയിപ്പ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. നിലവിൽ ഇത്തരത്തിൽ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ഭാരതീയരെ തിരിച്ചു കൊണ്ടുവരുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി ഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയവും മോസ്കോയിലെ അനുബന്ധ മന്ത്രാലയങ്ങളും ചേർന്ന് ചർച്ചകൾ തുടരുന്നുണ്ട് എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നത്, അതായത് രൺധീർ ജയ്സ്വാളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്, റഷ്യൻ ആർമിയിൽ ചേരാനുള്ള നീക്കങ്ങൾ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് ഉടൻ നിർത്തേണ്ടതുണ്ട്. അത് തീർത്തും വെല്ലുവിളികൾ നിറഞ്ഞതും ജീവന് പോലും വെല്ലുവിളികൾ നിറയുന്ന സാഹചര്യത്തിൽ അത്തരം നീക്കങ്ങളിലേക്ക് കടക്കരുത് എന്ന മുന്നറിയിപ്പ് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സുരേഷ്.